ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആരംഭിച്ചുകൊണ്ട് രാവിലെ ആരംഭിക്കുകയാണ്. രാജ്യം മുഴുവൻ സ്തംഭിച്ച ഒരു പണിമുടക്കിന് ശേഷം വീണ്ടും തിരക്കുകളിലേക്കൊക്കെ കടക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 13 വെള്ളിയാഴ്ച ദിവസം. ഒരുപാട് വാർത്തകൾ രാവിലെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പരിശോധന അവിടെ തുടരുന്നുണ്ട് സന്നിധാനത്ത്. ഇനി മറ്റൊന്ന്, ബംഗ്ലാദേശിൽ BNP അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വാർത്തകളിലൂടെ നമുക്ക് കടന്നു പോകണം ഈ വരുന്ന ഒരു മണിക്കൂർ. ഈ വാർത്തകളിലേക്കെല്ലാം നമുക്ക് എത്താം. നമുക്ക് ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണ്ണപ്പാളി പരിശോധന തുടരുന്നു. സാമ്പിളുകൾ ശേഖരിച്ച SIT. സന്നിധാനത്തെ നടപടി 3 ദിവസം. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. 7ാം പ്രതി ഷിൻഡോ P സണ്ണി അറസ്റ്റിൽ. പിടികൂടിയത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അടുത്ത ഘട്ടത്തിൽ ചർച്ചയാക്കാൻ ഭരണപക്ഷം. പ്രതിഷേധം ഇന്നും തുടരാൻ പ്രതിപക്ഷം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നില അതീവ ഗുരുതരം. ജയിലിൽ ബോധപൂർവം ചികിത്സ നിഷേധിക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് നൽകി സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി. ബംഗ്ലാദേശിൽ BNP അധികാരത്തിലേക്ക്. കേവല ഭൂരിപക്ഷം മറികടന്നു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും. ജമാഅത്തെ ഇസ്ലാമിക്ക് 50 സീറ്റുകളിൽ ജയം. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ബംഗ്ലാദേശിൽ BNP അധികാരത്തിലേക്ക് എത്തുകയാണ്. കേവല ഭൂരിപക്ഷം മറികടന്നു. 211 സീറ്റുകളിൽ BNP വിജയിച്ചു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുമെന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് 68 സീറ്റുകളിലാണ് ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. KP അഭിലാഷ് വിവരങ്ങളുമായി. KP, 151 നിർണായകമായിട്ടുള്ള സംഖ്യ മറികടന്ന് BNP ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തുന്നതിനെ വിലയിരുത്തപ്പെടുക? എൽസോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് 4:30 കൂടിയാണ് ഈ വോട്ടെടുപ്പ് പൂർത്തിയായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. എങ്കിലും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശിൽ 13ാമത് പൊതു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് എത്തുന്നു എന്നത് ഉറപ്പിക്കാൻ സാധിക്കും. വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ തന്നെ BNPയുടെ ഒരു മുന്നേറ്റം ആണ് പ്രകടമായത്. പ്രധാന എതിരാളിയായിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതാണ്ട് 68 സീറ്റുകളിൽ ഇപ്പോൾ വിജയിക്കാനോ മുന്നിട്ട് നിൽക്കാനോ സാധിച്ചിട്ടുണ്ട്. അതേസമയം BNP ആകട്ടെ 211 സീറ്റുകളിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കേവല ഭൂരിപക്ഷത്തെ വളരെ നേരത്തെ തന്നെ മറികടന്നു. ഇനി എത്ര സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുന്നു എന്നത് മാത്രമാണ്. എന്തായാലും BNP ഭരണത്തിലേക്ക് എന്ന കാര്യത്തിൽ ഇനി തർക്കമില്ല. ഒട്ടേറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയമായി തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പിൽ ആണ് ഇപ്പോൾ BNP വലിയ മുന്നേറ്റം നടത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം അവാമി ലീഗിന് മത്സരിക്കാൻ അനുമതി നൽകാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഷെയ്ഖ് ഹസീന ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് നാട് വിട്ടതിന് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ധ്വംസനമാണ് നടന്നിട്ടുള്ളത് എന്നതാണ് ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. വോട്ടെടുപ്പിൽ തന്നെ വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് എന്നും ഇപ്പോഴത്തെ കണക്കുകൾ പോലും തെറ്റാണ് എന്നുമാണ് അവാമി ലീഗ് ആരോപിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 60.69% പേർ ആണ് ബംഗ്ലാദേശിൽ വോട്ട് രേഖപ്പെടുത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കണക്കുകളാണ് തെറ്റ് എന്ന് അവാമി ലീഗ് ആരോപിക്കുന്നത്. 12.7 കോടി വോട്ടർമാർ ഉള്ള തെരഞ്ഞെടുപ്പ് ആയിരുന്നു പൂർത്തിയായത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഏതാണ്ട് 47% വോട്ടർമാരും 18നും 37 വയസ്സിനും ഇടയിൽ പ്രായം ഉള്ളവർ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒരു സർക്കാരിൻ്റെ പതനം സംഭവിക്കുകയും അങ്ങനെ നാടുവിടപ്പെടുകയും ചെയ്ത പ്രധാനമന്ത്രി നാടുവിടപ്പെടുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും BNPയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എൽദോ, എടുത്തു പറയേണ്ടത് ഈ BNP വളരെ കൃത്യമായ മുന്നേറ്റം നടത്തുമ്പോൾ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ബീഗം ഖാലിദ സിയുടെ മകൻ താരിഖ് റഹ്മാൻ
പ്രധാനമന്ത്രിയാകും എന്നതാണ്. അത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സാഹചര്യം ആണ് ഉള്ളത്. 2 മണ്ഡലങ്ങളിൽ ആയിരുന്നു താരിഖ് റഹ്മാൻ മത്സരിച്ചിരുന്നത്. അത് ധാക്ക 17 ബോഗ്ര മണ്ഡലങ്ങളിൽ ആണ് മത്സരിച്ചത്. ഈ 2 മണ്ഡലങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. ഇതിലേത് മണ്ഡലമായിരിക്കും തെരഞ്ഞെടുക്കുക എന്നതിൽ വ്യക്തതയില്ല. 300 സീറ്റുകളിൽ 299 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെക്കുകയാണ്. ഈ 299 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആണ് ഇപ്പോൾ 211 സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ 11 രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യകക്ഷിയായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ മുന്നേറ്റം നടത്തുമെന്ന നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അധികാരത്തിലേറാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിർണായക ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറും എന്ന ഒരു പൊതുവിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിലെടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഈ ബംഗ്ലാദേശ് രൂപീകരണം 1971 പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ കൃത്യമായ പങ്കാളിത്തവും ഇന്ത്യയുടെ ഇടപെടലും ആ ബംഗ്ലാദേശ് രൂപീകരണത്തിലുണ്ടായിരുന്നു. അന്നു മുതൽ ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തെ എതിർത്തിരുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. മാത്രവുമല്ല പൊതു തെരഞ്ഞെടുപ്പുകളിലടക്കം ജമാഅത്തെ ഇസ്ലാമിക്ക് വിലക്ക് നേരിട്ടിരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്ത് പ്രതിഫലനമാണ് അവിടെ ഉണ്ടാവുക എന്നത് എല്ലാവരും ഉറ്റുനോക്കിയത്. മാത്രവുമല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നു. ബംഗ്ലാദേശിൽ കൃത്യമായി മതം പറഞ്ഞുകൊണ്ട് മാത്രമാണ് വോട്ട് നേടിയത്. അതോടൊപ്പം തന്നെ വലിയ ഓഫറുകൾ ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമി വോട്ടർമാർക്ക് നൽകിയത്. ഓരോ വോട്ടിന് 15,000 ധാക്ക എന്ന നിലയിൽ, അതായത് 15,000 അവിടുത്തെ കറൻസി, 15,000 ബംഗ്ലാദേശ് കറൻസി എന്ന നിലയിലുള്ള ഓഫറുകൾ, അതോടൊപ്പം തന്നെ മതപരമായ ലഘുലേഖകൾ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ പാപമോചിതരാവും, മരണശേഷം സ്വർഗത്തിൽ പോകും എന്ന തരത്തിലുള്ള കൃത്യമായി ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയോടുകൂടി മാത്രമുള്ള ഒരു പ്രചാരണം ആയിരുന്നു അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ തടയണം എന്ന ആവശ്യം അതിശക്തമായിരുന്നു. എന്തു തന്നെയാണെങ്കിലും വോട്ടെടുപ്പ് പൂർത്തിയാവുകയും വോട്ടെണ്ണൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ വലിയൊരു മുന്നേറ്റം ജമാഅത്തെ ഇസ്ലാമിക്കും നടത്താൻ സാധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലടക്കം താരിഖ് റഹ്മാന്റെ പ്രസംഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ കൗതുകകരമാകുന്ന കാര്യം എന്നത് ഏറെക്കാലമായി രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെട്ട ഒരു നേതാവാണ് തിരികെ എത്തി ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. ബംഗ്ലാദേശിൻ്റെ 7ാമത്തെ പ്രസിഡന്റായിരുന്ന സിയാവുർ റഹ്മാന്റെയും അതോടൊപ്പം തന്നെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ബീഗം ഖാലിദാസിയുടെ മൂത്ത മകൻ ആണ് ഇദ്ദേഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് 2025 കൂടിയാണ് BNPയുടെ ആക്ടിംഗ് ചെയർമാൻ എന്ന പദവിയിൽ നിന്ന് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നത്. 2000 ആണ് BNPയുടെ നേതൃസ്ഥാനത്തേക്ക് റഹ്മാൻ എത്തിയത് എങ്കിൽ പോലും 2008 ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയതോടുകൂടി നിരവധിയായ കുറ്റങ്ങൾ ഈ താരിഖ് റഹ്മാന് നേരെ ഉയരുകയും അതെല്ലാം തന്നെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബീഗം ഖാലിദാസിയുടെ ഭരണകാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള പല വികസന പദ്ധതികളും പ്രൊജക്റ്റുകളും അതിൽ വലിയ തോതിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് താരിഖ് റഹ്മാൻ എന്ന കണ്ടെത്തലിലേക്ക് ആണ് എത്തിയിരുന്നത്. അങ്ങനെ അഴിമതി, കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള നിരവധിയായ കേസുകൾ തെളിയപ്പെടുകയും അങ്ങനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ആയിരുന്നു താരിഖ് റഹ്മാൻ 2008 നാട് വിട്ടത്. അതിനുശേഷം ദീർഘകാലമായി വിദേശത്ത് ആയിരുന്നു. പിന്നീട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മാറി വരികയും വലിയ തോതിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയും അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യപ്പെടുകയും ചെയ്യേണ്ട പശ്ചാത്തലമുണ്ടായി. ഈ സമയത്താണ് താരിഖ് റഹ്മാൻ വീണ്ടും BNPയുടെ ചുമതലയിലേക്ക് തിരികെ വരികയും അങ്ങനെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നയിക്കുകയും ചെയ്തത്. മാത്രവുമല്ല ഈ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് പിന്നാലെ കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ സാഹചര്യം കൂടി ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഇടക്കാല സർക്കാർ, അതായത് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ആണ് ബംഗ്ലാദേശിൽ ഉള്ളത്. വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടന്നിരുന്നു. അവാമി ലീഗ് പ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നും അവരെ അടിച്ചമർത്തുകയാണ്, അവർക്ക് നേരെ അക്രമ രാഷ്ട്രീയമാണ്. 17 വർഷത്തെ പ്രവാസ ജീവിതശേഷം അദ്ദേഹം മടങ്ങിയെത്തി ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്ന ഏതാണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യാം താരക്. ഇനി അപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പറ്റി ചോദിക്കുമ്പോൾ ഈ ജൂലൈ റവല്യൂഷൻ അപ്പോൾ അല്ലെങ്കിൽ ഈ ജൻസികളുടെ ഒരു വിപ്ലവമൊക്കെ അവിടെ രാഷ്ട്രീയമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഏടായി നിലനിന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്തും
ഈ സിറ്റിസൺസ് പാർട്ടി ഈ വിദ്യാർത്ഥികൾ രൂപീകരിച്ച ആ പാർട്ടിക്കോ അല്ലെങ്കിൽ ജൻസികൾക്കോ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ്, അല്ലെങ്കിൽ ജമാഅത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നടത്താൻ കഴിയുമായിരുന്നില്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയാവുന്നത് എൽദോ. കാരണം ഈ ബംഗ്ലാദേശിൽ ഉണ്ടായ ഒരു ജൻസി പ്രക്ഷോഭം അന്ന് വാർത്തകളിൽ നിറഞ്ഞതാണ്. യുവാക്കൾ, അതായത് കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഉള്ളവരായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അടക്കം കയ്യേറ്റം നടത്തുകയും അവരെ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഈ രഹസ്യാന്വേഷണ വിഭാഗമടക്കം, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമടക്കം കൃത്യമായി നിരീക്ഷിച്ചിരുന്നത് ആ പ്രക്ഷോഭത്തിന് കോപ്പുകൂട്ടിയത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്നത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു തരം രാജ്യവിരുദ്ധ പ്രവർത്തനം ആയിരുന്നു ഈ ജൻസികളെ വലിയ തോതിൽ കലാപകാരികളാക്കി മാറ്റുകയും അവരെ ഇളക്കി വിട്ടത് എന്നതുമായിരുന്നു. അവിടെ കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടായിരുന്നത് എൽദോ, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിക്ക് അംഗബലം വളരെ കുറവാണ്. പക്ഷേ അത് തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരിക്കൽ പോലും ബംഗ്ലാദേശിന്റെ വികസനമോ ബംഗ്ലാദേശിലേക്ക് ജനാധിപത്യ സ്വഭാവം, അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് എന്ന് നമുക്കറിയാം, പക്ഷേ അപ്പോൾ പോലും ഒരു ജനാധിപത്യ സ്വഭാവം അവിടെ ഉണ്ടായിരുന്നു. ആ ജനാധിപത്യ സ്വഭാവത്തിന് വിരുദ്ധമാകുന്ന തരത്തിൽ കൃത്യമായ മതരാഷ്ട്രവും മതനിയമങ്ങളും മാത്രം അധിഷ്ഠിതമാകുന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഉൾപ്പെടെ 11 രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അവരും തീവ്രമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ഉണ്ടായ ഒരു പ്രതിസന്ധിയായി വിലയിരുത്തുന്നത് ഈ ജൻസികളുടെ പ്രക്ഷോഭത്തിന് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതായത് അധികാരത്തിലേറിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി, അതോടൊപ്പം മന്ത്രിമാർ വലിയ തോതിൽ അഴിമതി നടത്തുകയും അങ്ങനെ ബംഗ്ലാദേശിന്റെ വികസനത്തെ പിന്നോട്ടടിപ്പിക്കുകയും ചെയ്യുന്നു. തൊഴിൽ അവസരങ്ങൾ ഇല്ല. മാത്രമല്ല ഈ കലാപത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഈ ബംഗ്ലാദേശിന്റെ വിമോചന പോരാളികൾ ആയി നേതൃത്വം നൽകിയവർക്ക് പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് പോയി എന്നതായിരുന്നു വലിയ തോതിൽ. അത് കോടതിയിലടക്കം ചലഞ്ച് ചെയ്യപ്പെടുകയും ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് ഈ വിമോചന പോരാളികൾക്ക് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി വരികയും ചെയ്തു. അതോടുകൂടിയാണ് ഈ ജൻസികൾ, അതായത് യുവാക്കളായിട്ടുള്ളവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, അവർക്ക് അവസരങ്ങളില്ല, രാജ്യത്ത് വികസനമില്ല. അങ്ങനെ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ മുതിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ജൻസികളെ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇളക്കി വിട്ടത്. പക്ഷേ അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് പിന്നീട് ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ കൃത്യമായൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയും അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് നാടുപിടിക്കുകയും ചെയ്യേണ്ടി വന്നു. പക്ഷേ അവിടെ നമുക്കറിയാമല്ലോ എൽദോ, പണ്ട് മുതൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ്, അതല്ല എങ്കിൽ BNP, അവർ തന്നെയാണ് ഏറ്റവും കരുത്തരായി നിലനിന്നിരുന്നത്. 2000 കാലഘട്ടത്തിലൊക്കെ ബീഗം ഖാലിദാസിയുടെ കൃത്യമായ ഭരണമുണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ ഒരു ജനാധിപത്യ രീതിയല്ല. എപ്പോഴാണോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നത് അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ കൃത്യമായി കീഴടക്കുകയോ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക, അവരുടെ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർക്ക് നേരെ അഴിമതി ആരോപണങ്ങൾ ഉയരുകയോ അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. ഇത് തന്നെയാണ് 2008 ഖാലിദാസിയുടെ ഭരണം നഷ്ടമായപ്പോൾ ഷെയ്ഖ് ഹസീനയും നടത്തിയത്. അങ്ങനെയായിരുന്നു ഇപ്പോൾ നിയുക്ത പ്രധാനമന്ത്രിയായിട്ടുള്ള റഹ്മാൻ അടക്കം രാജ്യം വിടേണ്ടി വന്നത്. BNPക്ക് ഗുണകരമായത് ഈ ജൻസികളുടെ പ്രക്ഷോഭത്തിന്റെ അംഗബലം കുറവായിരുന്നു എന്നതും യുവാക്കളിൽ വലിയൊരു ശതമാനവും ഇപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങളോട് യോജിക്കുന്നില്ല എന്നതും കൊണ്ടാണ് BNPക്ക് കരുത്ത് കാണിക്കാൻ സാധിച്ചത് എന്നതാണ് ഇപ്പോഴത്തെ പൊതുനിരീക്ഷണം. ഒപ്പം അവാമി ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല. അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ വോട്ട് ചെയ്തതുമില്ല. അതാണ് നമ്മൾ ആ കണക്ക് സൂചിപ്പിച്ചത്. ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ്, 12 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ 60% എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. ഈ കണക്ക് തെറ്റാണ് എന്നാണ് അവാമി ലീഗ് പറയുന്നത്. പല മണ്ഡലങ്ങളിലും ഈ കൂട്ടത്തോടു കൂടി തന്നെ BNP പ്രവർത്തകരും ജമാഅത്തേക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ, ഇപ്പോൾ ധാക്ക 15 ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാവ് ഷഫീഖർ റഹ്മാൻ മത്സരിച്ചത്. അങ്ങനെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം കൂട്ടത്തോടെ ഇവർ വന്ന് വോട്ട് ചെയ്തു. കള്ളവോട്ട് വ്യാപകമായിരുന്നു എന്ന ആരോപണമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, അത്രമേ സുതാര്യമായി അല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അവിടെ പലതരത്തിലുമുള്ള അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും രാഷ്ട്രീയ പാർട്ടികളെയും പ്രവർത്തകരെയും അടിച്ചമർത്തുകയും ചെയ്തിരുന്നു. അഭിലാഷ് KP ആണ് വിവരങ്ങൾ നൽകിയത്. എന്നാണെങ്കിലും ബംഗ്ലാദേശിലെ ആ തെരഞ്ഞെടുപ്പ്, അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്താണെങ്കിലും അവിടെ BNP അധികാരത്തിലേക്ക് എത്തുന്നു, BNP അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് KP റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ രാഷ്ട്രീയ അസ്ഥിരതകൾക്കൊക്കെ ഒടുവിൽ അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. MPമാരുടെ സസ്പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി
രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള നീക്കം അടുത്ത ഘട്ടത്തിൽ സജീവമാക്കാനാണ് ഭരണപക്ഷ തീരുമാനം. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം. ER രാഗേഷ് ആയിരുന്നു വിവരങ്ങളുമായി. രാഗേഷ്, ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം എന്താണെങ്കിലും സമ്പൂർണ്ണമായിട്ടും പ്രക്ഷുബ്ധമായിരുന്നു എന്ന് പറയാം. എപ്പോഴും വലിയ തോതിൽ തർക്കങ്ങളും വലിയ വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചു. നരവനയുടെ പുസ്തകത്തിൻ്റെ ഏട്, അങ്ങനെ ഒരുപാട് തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഓർമ്മിക്കപ്പെടുന്ന ഒരു ഘട്ടം. ഇനി ഈ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കാനുള്ള ശ്രമമൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു സമ്മേളന ദിവസം പ്രതീക്ഷിക്കേണ്ടത്? പ്രക്ഷുബ്ധമായിരിക്കുമോ ഇന്നും? എൽദോ, ഈ സഭാ സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം പ്രക്ഷുബ്ധമായിരുന്നു. കാരണം ഈ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ വലിയ ആയുധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റദ്ദാക്കിയതടക്കമുള്ള വിഷയങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ നന്ദി പ്രമേയ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി നരവനയുടെ പുസ്തകം പരാമർശിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് സഭയുടെ അന്തരീക്ഷം പ്രക്ഷുബ്ധമായിരുന്നു. കൂടുതൽ തവണ ലോക്സഭ പിന്നീട് സമ്മേളിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം പ്രതിപക്ഷ ഏറ്റുമുട്ടലിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും പിന്നീട് MP-മാർക്ക് സസ്പെൻഷനിലേക്ക് 7 MP-മാരെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. അങ്ങനെ പ്രതിപക്ഷം സർക്കാരിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് ഈ സഭാ സമ്മേളനത്തിൽ ആദ്യഘട്ടം കണ്ടതെങ്കിൽ അവസാന ദിവസങ്ങളിൽ സർക്കാരും ഭരണപക്ഷവും പ്രതിപക്ഷത്തിനും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ നീക്കം കടുപ്പിക്കുകയാണ്. ഇന്നലെയും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. പ്രത്യേകിച്ച് ഇൻഡോ-US വ്യാപാര കരാറിലായിരുന്നു ഇന്നലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. സഭ സമ്മേളിച്ച ഉടൻ തന്നെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതിനുശേഷമാണ് BJP MP നിഷികാന്ത് ദുബെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണം, അംഗത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് സഭയിൽ നൽകിയത്. അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധരുടെ അടക്കം പണം കൈപ്പറ്റുന്നു, രാജ്യവിരുദ്ധ ശക്തികളുടെ പണം കൈപ്പറ്റുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ നിഷികാന്ത് ദുബെ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് സഭ അവസാനിക്കുകയാണ്. അപ്പോൾ ആ നോട്ടീസിന്മേലുള്ള തുടർ നടപടി സ്വാഭാവികമായും ഉണ്ടാകില്ല. പക്ഷേ BJP തീർച്ചയായും ഈ സഭാ സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം അടുത്ത മാസം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ സജീവ ചർച്ചയാക്കാൻ തന്നെയായിരിക്കും തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർക്കാരിൻ്റെ അറിവോടുകൂടി തന്നെയായിരിക്കും നിഷികാന്ത് ദുബെയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാവുക. കാരണം രാഹുൽ ഗാന്ധി നരവനെ അടക്കമുള്ള പുസ്തകമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധം തീർത്തതും ഇതേ നിഷികാന്ത് ദുബെ തന്നെയായിരുന്നു. കാരണം നിഷികാന്ത് ദുബെയാണ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഒപ്പം തന്നെ നെഹ്റുവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ തന്നെ സഭയിൽ കൊണ്ടുവരികയും അത് വായിക്കുകയും ഒക്കെ ചെയ്തത്. അത് വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തിരുന്നു അന്ന്. അപ്പോൾ അതേ നിഷികാന്ത് ദുബെയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ നീക്കം ശക്തമാക്കിയിരുന്നത്. അതിൽ തന്നെ രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നടക്കം പണം കൈപ്പറ്റുന്നു തുടങ്ങിയ ആരോപണങ്ങളുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്നും സഭ ബഹളമയം ആകാൻ തന്നെയാണ് സാധ്യത. സ്വാഭാവികമായും ഈ ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിലെ പ്രതിഷേധം പ്രതിപക്ഷം തുടരും. അങ്ങനെയെങ്കിൽ ലോക്സഭ ഇന്ന് സമ്മേളിച്ച ഉടൻ തന്നെ പിരിയാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ വൈകിട്ട് രാഹുൽ ഗാന്ധി MP-മാരുടെ യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഭാ സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാരിനുമേൽ പ്രതിപക്ഷത്തിന് ആധിപത്യമുണ്ട് എന്നാണ് MP-മാരോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിലടക്കം കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിപക്ഷം കർഷകർക്കൊപ്പം നിൽക്കണം. സ്വാഭാവികമായും ഈ കരാർ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ സഭാ സമ്മേളനം അവസാന ദിവസവും ഉന്നയിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ MP-മാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. എൽദോ. റൈറ്റ് രാജേഷ്, ഇനി അടുത്ത ഘട്ടം രണ്ടാം ഘട്ടം എന്നാണ് ആരംഭിക്കുക? മാത്രമല്ല ഈ സ്പീക്കർക്കെതിരായിട്ടുള്ള വിശ്വാസമുണ്ടല്ലോ, അപ്പോൾ ആ സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഇനി സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും എൽദോ, ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രതിപക്ഷത്തിനൊരു ആധിപത്യമുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്ന പോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആധിപത്യമുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സ്പീക്കർക്കെതിരായ നീക്കമൊക്കെ തന്നെ ഇത്തവണ ഉണ്ടായതാണ്. സ്പീക്കർക്കെതിരെ അവിശ്വാസത്തിനൊക്കെ തന്നെ നോട്ടീസ് നൽകിയതാണ്. അത്തരം ഒരു പതിവ് നമുക്ക് കണ്ടുപരിചയമില്ലാത്തതാണ്. 2023 ഇതേ ഒമ്പറിലൊക്കെതിരൊക്കെ തന്നെ ഒരു നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ പോലും അന്ന് നോട്ടീസ് നൽകുന്ന നടപടിയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിരുന്നില്ല. ഏതായാലും പ്രതിപക്ഷവും സ്പീക്കറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. പ്രത്യേകിച്ച് സ്പീക്കർ സർക്കാരിന് വേണ്ടി നിലപാടെടുക്കുന്നു, സർക്കാരിന് വേണ്ടി ഒത്താശ ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. ഏതായാലും രണ്ടാം ഘട്ടം അടുത്ത മാസം ആരംഭിക്കുമ്പോൾ ഏതാണ്ട് മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് പുതിയ ഷെഡ്യൂൾ, രണ്ടാം ഘട്ടത്തിന് ഷെഡ്യൂൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ടാം ഘട്ടത്തിലും
വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ പോകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നീക്കം നടത്തിക്കൊണ്ട് നടത്തുക അതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കണം നിഷികാന്ത് ദുബെ ആദ്യഘട്ടത്തിൽ ഈ അവസാന നിമിഷം ഇത്തരത്തിൽ നോട്ടീസ് നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവിനെ പ്രതിരോധത്തിലാക്കുക എന്ന നീക്കമായിരിക്കും സർക്കാർ ഏതായാലും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഒരു അയോഗ്യത ലോക്സഭയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് കർണാടകയിലെ കോലാറിലെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതൊരു BJP നേതാവ് നൽകിയ പരാതി തന്നെയായിരുന്നു അതിന് കാരണമെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നോട്ടീസ് സഭയ്ക്കകത്ത് തന്നെ നൽകിയിരിക്കുകയാണ് നിഷികാന്ത് ദുബെ. അങ്ങനെ ഒരു നീക്കം ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ഉറപ്പിച്ചു പറയാം പ്രതിപക്ഷവും സർക്കാരും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുടരുക എന്നാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റം തൽക്കാലം ഉണ്ടായേക്കില്ല. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിൽ അസ്ഥിരത ഉണ്ടാകുന്നത് ഗുണം ചെയ്യില്ല എന്ന നിലപാടിലാണ് നേതൃത്വം. രാകേഷ് ഒരിക്കൽ കൂടി ചേരുന്നു. രാകേഷ്, എന്താണ് കർണാടകയിലെ സാഹചര്യം? എൽദോ, കഴിഞ്ഞ കുറച്ച് നാളുകളായി കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രണ്ട് നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ തുടരുന്നുണ്ട്. അതായത് 2.5 വർഷം കഴിഞ്ഞാൽ സിദ്ധരാമയ്യ മാറി നൽകും എന്നൊരു അവകാശവാദമാണ് DK ശിവകുമാർ ക്യാമ്പ് ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കരാറില്ല, അങ്ങനെ ഒരു ഡീലില്ല എന്ന നിലപാടാണ് സിദ്ധരാമയ്യ പക്ഷത്തിന്. ഏതായാലും ഈ 2.5 വർഷത്തെ കാലാവധി കഴിഞ്ഞ നവംബർ മാസത്തിൽ അവസാനിച്ചതാണ്. അതിനുശേഷമാണ് സിദ്ധരാമയ്യയെ ഒപ്പം തന്നെ DK ശിവകുമാറിനെ അനുകൂലിക്കുന്നവരൊക്കെ തന്നെ ഇത്തരം പരസ്യ പ്രസ്താവനകൾ നടത്തി രംഗത്ത് വന്നത്. ആദ്യം DK ക്യാമ്പ് തന്നെയാണ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചത്. ഉടൻ തന്നെ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകളൊക്കെ തന്നെ തുടങ്ങിയത്. ഇപ്പോൾ ഏതായാലും വീണ്ടും ആ ചർച്ചകൾക്ക് ജീവൻ വെച്ചിരിക്കുന്നു. DK ശിവകുമാർ കഴിഞ്ഞ 2 ദിവസം ഡൽഹിയിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടു, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തൽക്കാലം ഒരു നേതൃമാറ്റം, മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ടുള്ള പരീക്ഷണത്തിലേക്ക് കോൺഗ്രസ് കടക്കില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 3 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതിൽ തന്നെ 2 സംസ്ഥാനങ്ങൾ കർണാടകവുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. അസമിലും കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർണാടകത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിക്കാൻ നീക്കം പാളിയാൽ അത് ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. DK ശിവകുമാറിനോട് അനുകൂലമായ നിലപാട് സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാനങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല സിദ്ധരാമയ്യ ഒരു പ്രധാനപ്പെട്ട OBC മുഖമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരമൊരു ജനകീയ പ്രതിച്ഛായയുള്ള അല്ലെങ്കിൽ ജനകീയനായ നേതാവിനെ മാറ്റുന്നത് ഗുണം ചെയ്യുമോ എന്നൊരു ആശങ്ക ഏതായാലും കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് തൽക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നവരെയെങ്കിലും വിവിധ സംസ്ഥാനങ്ങൾ, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെയെങ്കിലും നേതൃമാറ്റം, മുഖ്യമന്ത്രിയെ മാറ്റേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നത്. ഏതായാലും അത് DK ക്യാമ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. DK ശിവകുമാർ ഏതായാലും പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേതൃമാറ്റ കാര്യങ്ങൾ ഇതുവരെ ഡൽഹി ചർച്ചയിൽ ഉന്നയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും അക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ നിലപാടെടുക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഏതായാലും 2 ക്യാമ്പും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. പ്രത്യേകിച്ച് DK ശിവകുമാറിനെ അനുകൂലിക്കുന്നവർ, ഇക്ബാൽ ഹുസൈൻ അടക്കമുള്ള MLA മാർ ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് 90 MLA മാർ, 140 പേരാണ് കോൺഗ്രസിന് അവിടെ ഉള്ളത്. അതിൽ 90 പേർ DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ്. സമീർ അഹമ്മദ് ഖാൻ, അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 5 വർഷവും സിദ്ധരാമയ്യ തന്നെ ഭരിക്കുമെന്നാണ്. ഏതായാലും ചേരി തിരിഞ്ഞുകൊണ്ടൊരു അവകാശവാദം സംസ്ഥാനത്തെ MLA മാരും മന്ത്രിമാരൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. എൽദോ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെയും സഹാധ്യക്ഷനായി ശശി തരൂരിനെയും ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തി. ഷാഫി പറമ്പിലാണ് സമിതിയുടെ കൺവീനർ. 7 പേരടങ്ങുന്ന പ്രചാരണ സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ബെന്നി ബെഹനാനാണ് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ. കൊടിക്കുന്നിൽ സുരേഷാണ് ഈ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വരുന്ന 20-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാകുമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ ശേഖരിക്കൽ 2ാം ദിവസത്തിലാണ്.
SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം സന്നിധാനത്ത് തുടരുകയാണ്. ലീഗൽ മെട്രോളജി വിഭാഗവും SITക്ക് ഒപ്പമുണ്ട്. ശശി നാരായണൻ വിവരങ്ങൾ ചേരുന്നുണ്ട്. ശശി, നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ, നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും SITയുടെ നടപടികൾ? എൽദോ, പ്രധാനമായും ശബരിമലയിലെ ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് അതിന്റെ സാമ്പിളുകൾ കൃത്യമായി ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. ഇന്നലെ എത്തിയ SIT സംഘം സന്നിധാനത്തെത്തി. ഇന്നലെ ആദ്യഘട്ടത്തിലുള്ള പരിശോധനകൾ, സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്നും ആ നടപടികൾ സ്വീകരിക്കും. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള പുറകുവശത്തെ ഭാഗത്തെയും ഒപ്പം ദ്വാരപാല ശില്പങ്ങളുടെയും കട്ടളപ്പാളി അടക്കമുള്ള ശില്പങ്ങളുടെയും സ്വർണ്ണപ്പാളിയിലെയും ഈ സാമ്പിളുകളാണ് ശേഖരിക്കുന്നത്. പ്രധാനമായി ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ഇത് എത്ര സ്വർണമാണ് നഷ്ടപ്പെട്ടുള്ളത്, സ്വർണത്തിന്റെ കാലപ്പഴക്കം, നേരത്തെ 99 വിജയമല്യ സ്വർണം പൂശിയ സ്വർണത്തിന്റെ അളവുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് നിലവിലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്ന് തുടങ്ങിയ കാര്യമാണ്. സ്വർണത്തിന്റെ അതുപോലെ തന്നെ കാലപ്പഴക്കം ഇതെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് പ്രധാനമായും കുറ്റപത്രം സമർപ്പിക്കാൻ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ ഈ പരിശോധന നിർണായകമാണ്. കാരണം കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കേണ്ട തെളിവുകളുടെ ഭാഗമാണ് നഷ്ടപ്പെട്ട സ്വർണ്ണങ്ങളുടെ കണക്ക്. അതുകൂടി ഈ പരിശോധനയ്ക്ക് ആവശ്യമാണ്. നേരത്തെ 2 തവണ ശബരിമലയിൽ ഈ സ്വർണ്ണ സാമ്പിൾ ശേഖരിച്ചിരുന്നു. പക്ഷേ 2 പ്രാവശ്യവും ആ ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധന വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ സന്നിധാനത്തെത്തുകയും ഇന്നലെ തുടങ്ങിയ പരിശോധന ഇന്നും നടക്കും. ഇന്ന് കുംഭമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് നട തുറന്നു. ഇന്ന് തിരക്കുണ്ടാവും. ആ സമയത്തും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇന്ന് പരിശോധന ഉണ്ടാകും. ഇന്നലെ വന്ന സമയത്ത് തന്നെ, നട തുറന്ന സമയത്ത് തന്നെ ഈ പരിശോധനയുടെ കാര്യങ്ങളിൽ തുടക്കം ആരംഭിച്ചു. എന്തായാലും ഇന്നും അത് തുടരും. ഒരുപക്ഷെ ഇന്ന് പൂർത്തിയായില്ലെങ്കിൽ നാളെ ഈ സ്വർണ്ണത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്ന കാര്യത്തിൽ എന്തായാലും നാളെ ഉണ്ടാവും. അത് ശേഖരിച്ചതിന് ശേഷം പാവ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്കായിരിക്കും ഇതിന് സാമ്പിളുകൾ അയക്കുക. എന്നിട്ടായിരിക്കും ഇതിന്റെ പരിശോധനകൾ കൃത്യമായി നടത്തുക. എന്തായാലും അതിനനുസരിച്ചായിരിക്കും റിപ്പോർട്ട് പിന്നീട് തയ്യാറാക്കിയ ശേഷം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ശരി, ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് സാമ്പിൾ ശേഖരണം അത് തുടരുകയാണ്. 2ാം ദിവസത്തിലാണ്. എന്തായാലും അതിൽ കൂടുതൽ വ്യക്തതയോടുകൂടി റിപ്പോർട്ട് നൽകുന്നതിനായി ഉള്ള ശ്രമത്തിലാണ് SIT. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റ് നിയമവിരുദ്ധവും കേസിൽ പ്രതി ചേർത്ത FIR റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. സ്ഥാപനത്തിൽ നിന്ന് SIT കണ്ടെത്തിയ സ്വർണം സ്വമേധയാ കൈമാറിയതാണെന്നും 6 തവണ അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടും ഉണ്ട് എന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുത് എന്നാണ് SITയുടെ നിലപാട്. കർണാടകയിലെ പ്രമുഖ BJP നേതാവും മുൻ മന്ത്രിയുമായ ഭൈരതി ബസവരാജ കൊലക്കേസിൽ അറസ്റ്റ്. അഹമ്മദാബാദിൽ നിന്ന് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഉടനെയായിരുന്നു അറസ്റ്റ്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ ശിവപ്രകാശ് എന്ന ബിക്ലു ശിവു കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. ബസവരാജിന് കർണാടക ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജി തള്ളാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായി മണിക്കൂറുകൾക്കകമാണ് അറസ്റ്റ്. TVK അധ്യക്ഷൻ വിജയ് ഇന്ന് സേലത്തെ പൊതുയോഗത്തിൽ സംസാരിക്കും. സേലം, ഈറോഡ്, നാമക്കൽ, കൃഷ്ണഗിരി എന്നീ ജില്ലകളിൽ നിന്നായി 5000-ഓളം പ്രവർത്തകർ പൊതുയോഗത്തിനെത്തും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയാണ് യോഗം. കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സേലം വിമാനത്താവളത്തിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള വേദിയിലേക്ക് കാർ മാർഗം വിജയെത്തും. വിജയുടെ വാഹനത്തെ ആരും പിന്തുടരരുതെന്ന് പോലീസും നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ മുൻകാല വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മാറ്റത്തിൻ്റെ വേഗത പ്രവചനാതീതമാണ്. വെറും 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 99% ജോലികളും AI കൈക്കലാക്കുമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ലൂയിസ്വിൽ സർവകലാശാലയിലെ പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും AI സുരക്ഷാ വിദഗ്ധനുമായ ഡോക്ടർ റോമൻ യാംപോൾസ്കി നൽകുന്നത്. ഈ മുന്നറിയിപ്പ് കേവലം ഒരു ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിദഗ്ധന്റെ നിരീക്ഷണമാണ് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്റ്റീവൻ ബാൾടെസ്റ്റിന്റെ പ്രശസ്തമായ ദി ഡയറി ഓഫ് എ CEO എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് യാംപോൾസ്കി ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 2027ഓടെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGI യാഥാർത്ഥ്യമാകും. നിലവിലുള്ള AI സംവിധാനങ്ങൾ ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ AGI എന്നത് മനുഷ്യന്റെ തലച്ചോറിന് ചെയ്യാൻ കഴിയുന്ന ഏതൊരു ബൗദ്ധിക ജോലിയും അതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഒന്നായിരിക്കും. ഇത് സംഭവിക്കുന്നതോടെ മനുഷ്യൻ ചെയ്യുന്ന ജോലികളിൽ ബഹുഭൂരിപക്ഷവും യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യം സംജാതമാകും. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ജോലികളായിരിക്കും ഇതിൽ ആദ്യം ഇല്ലാതാകുകയെന്നും തുടർന്ന് റോബോട്ടിക്സ് രംഗത്തെ മുന്നേറ്റങ്ങളോടെ ശാരീരിക അധ്വാനം ആവശ്യമായ ജോലികളും AIയുടെ നിയന്ത്രണത്തിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കാനോ സഹായിക്കാനോ ആയിരുന്നു രൂപകൽപ്പന ചെയ്തിരുന്നതെങ്കിൽ ഇന്നത്തെ AI സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് പഠിക്കുന്നത്. ഇത് തൊഴിൽ വിപണിയിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കും. നിലവിലുള്ള AI മോഡലുകൾക്ക് തന്നെ ഏകദേശം 60% ജോലികളെ ബാധിക്കാൻ ശേഷിയുണ്ടെന്ന് യാംപോൾസ്കി ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിനിയാപോളിസിലെ കുടിയേറ്റ വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുകയാണ്. സേനയെ ഉടൻ പിൻവലിക്കും. 2 മാസത്തിനിടെ പ്രത്യേക സേനാ വിഭാഗത്തിന്റെ പരിശോധനകളെ തുടർന്ന് 2 പേർ മിനിയാപോളിസിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ വൻ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് റിപ്പോർട്ട്. വലതു കണ്ണിന്റെ കാഴ്ച 85% നഷ്ടപ്പെട്ടുവെന്നും ജയിൽ അധികൃതർ ചികിത്സ നിഷേധിക്കുകയാണെന്നും കോടതി നിയോഗിച്ച അഭിഭാഷകൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ. അഡിയാല ജയിലിലുള്ള ഇമ്രാൻഖാന്റെ വലതു കണ്ണിന്റെ കാഴ്ചശക്തി 85% നഷ്ടപ്പെട്ടുവെന്നും ജയിലധികൃതർ ബോധപൂർവം ഇമ്രാൻഖാന് ചികിത്സ നിഷേധിക്കുകയാണെന്നും കോടതി നിയോഗിച്ച അഭിഭാഷകൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സൈനിക ഭരണകൂടത്തിന്റെ ഒത്താശയോടെ മനുഷ്യത്വരഹിതവും നിയമവിരുദ്ധവുമായ പെരുമാറ്റമാണ് ഇമ്രാൻഖാനോട് കാണിക്കുന്നതെന്നാണ് ആരോപണം. സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സൽമാൻ സഫ്തറാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2025 ഒക്ടോബർ വരെ 2 കണ്ണുകളിലും സാധാരണ കാഴ്ചശക്തി ഉണ്ടായിരുന്നതായി ഇമ്രാൻഖാൻ പറഞ്ഞതായാണ് റിപ്പോർട്ടിലെ പരാമർശം. പിന്നീട് വലതു കണ്ണിന്റെ കാഴ്ച മങ്ങി. പലവട്ടം ജയിൽ അധികൃതരെ അറിയിച്ചെങ്കിലും ചികിത്സ കിട്ടിയില്ല. ഏകാന്ത തടവിൽ കഴിയുന്ന ഇമ്രാൻഖാന് കുടുംബത്തെയോ അഭിഭാഷകരെയോ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല. വലിയ പ്രതിഷേധത്തിനൊടുവിൽ കോടതി ഇടപെട്ടതോടെയാണ് സഹോദരിക്ക് ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ ഒപ്പിടാൻ ഒരുങ്ങി ഇന്ത്യ. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8A പെട്രോൾ വിമാനങ്ങളും വാങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇത് സംബന്ധിച്ച അനുമതി നൽകി. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, റഫേൽ കൂടുതലായി എത്താനുള്ള വലിയൊരു കരാറിലേക്കാണ് ഇന്ത്യ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കരാറിന്റെ വിശദാംശങ്ങൾ? എൽദോ, ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ഇടപാടിൽ ആണ് ഇന്ത്യ ഒപ്പുവെക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉള്ള ക്യാബിനറ്റ് സുരക്ഷാ സമിതിയുടെ അംഗീകാരം കൂടിയാണ് ഇതിൻ്റെ അവസാന കടമ്പ എന്നത്. കൃത്യമായ ഒരു ധാരണയിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 3.6 ലക്ഷം കോടി രൂപയുടെ കരാറിൽ ആണ് ഫ്രാൻസുമായി ഏർപ്പെടാൻ പോകുന്നത്. അടുത്ത ദിവസം തന്നെ, അതായത് ബുധനാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറിലേക്ക് ഏർപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പറയുന്നത്. റഫേൽ യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്ന ബൃഹത്തായ ഒരു കരാറിൽ ആണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, നിലവിൽ തന്നെ ഇന്ത്യക്ക് സുഖോയ് ജാഗ്വാർ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് എന്ന വിമാനമുണ്ട്. ഈ തേജസ് വിമാനം ഗ്രീസിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഉടമ്പടിയിലേക്കും ഇന്ത്യ പോകുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ത്യയുടെ കുന്തമുന എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന റഫേൽ, കഴിഞ്ഞ പോരാട്ടങ്ങളിൽ ഒക്കെ ഏറ്റവും നിർണായകമായ സേവനം നടത്തിയിട്ടുള്ള റഫാൽ വിമാനങ്ങൾ ഇന്ത്യ കൂടുതലായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങൾ കൂടി, അതായത് നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാം. അങ്ങനെ ഇന്ത്യയുടെ സുരക്ഷ എന്നത് പ്രധാനമായി മാറുകയും ഈ രാജ്യങ്ങൾ റഷ്യയുമായോ അല്ലെങ്കിൽ അമേരിക്കയുമായോ ഒക്കെ കൂടുതൽ ധാരണയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ സുരക്ഷ കൂടുതലായി വർദ്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. ഒരു പക്ഷേ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായി ഫ്രാൻസ് കഴിഞ്ഞാൽ ഇന്ത്യ മാറും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ കരാറിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ 18 വിമാനങ്ങൾ ഫ്രാൻസിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്നതാണ് ധാരണയുടെ ഉള്ളടക്കം. അതോടൊപ്പം തന്നെ 96 യുദ്ധവിമാനങ്ങൾ അത് തദ്ദേശീയമായി തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കും എന്നതാണ്. അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും ഏതാണ്ട് ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഈ സിംഗിൾ സീറ്റ് വിമാനങ്ങളിൽ 88ഉം ഒപ്പം ട്വിൻ സീറ്റ് വിമാനങ്ങൾ 26ഉം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഉടമ്പടിയുടെ ഭാഗം ആയി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോമ്പാറ്റ് മിസൈലുകളും എയർഷിപ്പ് ബേസ്ഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡ്യൂഡോ സാറ്റലൈറ്റുകളും ഈ കരാറിൻ്റെ ഭാഗമായി ഉൾപ്പെടുന്നുണ്ട്. കരസേനയ്ക്ക് വേണ്ടിയിട്ട് വൈഭവ് ആൻറ്റി ടാങ്ക് മൈനുകൾ ഈ കരാറിൻ്റെ ഭാഗമായി വാങ്ങുന്നുണ്ട്. ആർമേഡ് റിക്കവറി വെഹിക്കിൾ പ്ലാറ്റ്ഫോമുകൾ, അതോടൊപ്പം തന്നെ T-72 ടാങ്കുകൾ, ഇൻഫൻട്രി യുദ്ധവിമാനങ്ങൾ എന്നിവയും കരാറിൻ്റെ ഭാഗമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അമേരിക്കയുടെ P-81 റേഞ്ച് മാരിടൈം റിഗ്സനൈറ്റ് എയർക്രാഫ്റ്റ്, അതാണ് നമ്മുടെ നാവികസേനയ്ക്ക് വേണ്ടി വാങ്ങുന്നത്. ഏതാണ്ട് 28,000 കോടി രൂപയാണ് ചെലവ് വരുന്നത്. ഈ കരാറിൻ്റെ ആകെ തുക എന്നത് 3.6 ലക്ഷം കോടിയാണ് എങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ടത് 2.5 ലക്ഷം കോടി രൂപയോളം ഈ റഫാൽ യുദ്ധവിമാനങ്ങളുടെ മാത്രം ഇറക്കുമതിക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത്. മറ്റു തുക എന്നത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ യുദ്ധവിമാനങ്ങളും ഒപ്പം മറ്റു യുദ്ധക്കോപ്പുകളും വാങ്ങുന്നതിനായി ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. ബുധനാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തുന്നത് ബുധനാഴ്ചയാണ്. അതിനുശേഷം ഈ സന്ദർശനത്തിൻ്റെയും കൂടിക്കാഴ്ചകളുടെയും ഭാഗമായി തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ചെലവേറിയ യുദ്ധ സാമഗ്രികളുടെ കരാറിലേക്ക് ഏർപ്പെടുന്നു എന്നതാണ് വിവരം. എൽദോ KP ആണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇന്ത്യ 114 യുദ്ധവിമാനങ്ങൾ കൂടി, റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ശ്രമത്തിലാണ്. അതായത് ഏറ്റവും വലിയ ഒരു പ്രതിരോധ കരാറിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 114 യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8 പട്രോൾ വിമാനങ്ങളുമാണ് ഇന്ത്യ വാങ്ങുന്നത്. അതിൻ്റെ കരാറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇമ്മാനുവൽ മാക്രോണിൻ്റെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള തീരുമാനത്തിൻ്റെ വിവരങ്ങളാണ് KP പങ്കുവച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിലാകും കൂടിക്കാഴ്ച. ഈ വർഷം അവസാനം ഷീ ജിൻപിങ് US സന്ദർശിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചൈനയുമായുള്ള തങ്ങളുടെ ബന്ധം മികച്ചതാണെന്നും കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഫെബ്രുവരി 4-ാം തീയതി ട്രംപും ഷീ ജിൻപിങ്ങും 90 മിനിറ്റ് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാൻ, യുക്രൈൻ വിഷയങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും വ്യാപാര കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അനധികൃത കുടിയേറ്റം തടയാൻ ബില്ലുമായി ഇറ്റലി. പുതിയ കുടിയേറ്റ ബില്ലിന് അംഗീകാരം നൽകി. ഇറ്റാലിയൻ തീരങ്ങളിലേക്ക് എത്തുന്ന കുടിയേറ്റ കപ്പലുകൾക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്താനുള്ള അധികാരം ഉൾപ്പെടുന്നതാണ് ബില്ല്. അനധികൃത കുടിയേറ്റം തടയാനെന്ന് അവകാശപ്പെട്ടാണ് മാനുഷിക സഹായം എത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള ബില്ലിന് പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ സർക്കാർ അംഗീകാരം നൽകിയത്. ബില്ല് നിയമമാകാൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ച ചെയ്ത് പാസ്സാക്കണം. പുതിയ കുടിയേറ്റ ബില്ലിനനുസരിച്ച് ഇറ്റലിയുടെ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റ കപ്പലുകൾക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്താൻ കഴിയും. അതിർത്തികളിൽ കർശന നിരീക്ഷണവും യൂറോപ്യൻ ഏജൻസികളുമായുള്ള സഹകരണവും ഉൾപ്പെടുന്നതാണിത്. കുടിയേറ്റം സംബന്ധിച്ച യൂറോപ്യൻ യൂണിയന്റെ പുതിയ കരാർ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇറ്റലിയിൽ ഈ ബില്ല് വരുന്നത്. നിയമം ലംഘിക്കുന്നവർക്ക് $59,400 വരെ പിഴ ചുമത്തും.
കേരളത്തിൽ നിന്നുള്ള BJP കൗൺസിലർമാരുടെ സംഘം ഇന്ന് രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കും. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെയും സംഘം കാണും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 1.5 മണിക്കൂർ ഇവർ സംവദിച്ചിരുന്നു. 3 ദിവസം നീണ്ട ഭരണ നൈപുണ്യ ശില്പശാലയാണ് ഇന്ന് പൂർത്തിയാകുന്നത്. തിരുവല്ലയിലെ സ്പാ ബലാത്സംഗ കേസിൽ 7ാം പ്രതി പിടിയിലായി. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഈ 7ാം പ്രതി ഷിൻഡോ പി സണ്ണിയെ പിടികൂടിയത്. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, ഈ ഷിൻഡോ ആ കൂട്ടബലാത്സംഗത്തിലെ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണോ? ഇപ്പോൾ എല്ലാവരും പിടിയിലായോ? എന്തോ ഈ കേസുമായി ബന്ധപ്പെട്ട 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് എഫ്ഐആറിൽ അത്തരത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് 1ാം പ്രതിയായ ഈ മരണസുബിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം ഈ CCTV ദൃശ്യങ്ങളിൽ ഈ 7ാം പ്രതിയുടെ ദൃശ്യം, അതായത് ഷിൻഡോ പി സണ്ണി, മഞ്ഞേരി സ്വദേശിയായ ഷിൻഡോ പി സണ്ണിയുടെ ദൃശ്യങ്ങൾ പോലീസിന് മനസ്സിലായിക്കൊണ്ടാണ് പിന്നീട് അന്വേഷണം ഊർജ്ജമാക്കുകയും ഇയാളെ പിടികൂടുകയും ചെയ്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ട്രെയിൻ മാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. എന്തായാലും 1ാം പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴും ആണ് ഈ കൃത്യമായ 7ാം പ്രതിയെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഒപ്പം ഈ CCTV ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 7ാം പ്രതിയും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഈ തിരുവല്ല സ്പായിലെ കൂട്ട ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് 7ാം പ്രതി ഷിൻഡോ പി സണ്ണി അറസ്റ്റിലായതോടെ ഇപ്പോൾ ഉള്ളത്. പോലീസും കൂടുതൽ വ്യക്തമാക്കുന്നു. അതിനുപരി ഈ ഗുണ്ട പിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇതിന് പ്രധാനമായും ഇത്തരം കൂട്ട ബലാത്സംഗത്തിന് കാരണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതിന് കാരണമായി പറയുന്നത് കൊട്ടേഷൻ ആണെന്നുള്ള ഒരു ആരോപണം ഈ സ്ഥാപനത്തിന്റെ ഉടമ നേരത്തെ ഉന്നയിച്ചിരുന്നു. അത് തെളിയിക്കുന്നതിനുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ സാഹചര്യ തെളിവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഈ പ്രതികളുടെ എല്ലാം മൊഴി ഈ ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ബലാത്സംഗത്തിലേക്ക് പോയത്. കാരണം ആ പിരിവ് നൽകാത്തതിനെ തുടർന്നുള്ള തർക്കവും പിന്നീട് ആക്രമണത്തിലേക്ക് പോവുകയും കൂട്ടബലാത്സംഗത്തിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രതികൾ മൊഴി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു കൊട്ടേഷൻ അല്ല, നേരെ മറിച്ച് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ അതിക്രമത്തിന് പോകാൻ കാരണമെന്നാണ് മൊഴികൾ നൽകിയിട്ടുള്ളത്. റൈറ്റ്. ഷിൻഡോ പി സണ്ണിയാണ് പിടികൂടിയത്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് 7ാം പ്രതിയായിട്ടുള്ള ഷിൻഡോ തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിലെ പ്രതിയാണ് പിടികൂടിയ. വിവരങ്ങളാണ് ശശി നാരായണൻ നൽകിയത് പത്തനംതിട്ടയിൽ. 40 വർഷം മുമ്പ് പൂട്ടിപ്പോയ ഒരു കമ്പനിയുടെ രാസമാലിന്യത്തിന്റെ ദുരിതം പേറുകയാണ് ഒരു പ്രദേശമാകെ. കൊച്ചി പോണേക്കരയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന കമ്പനിയുടെ അസംസ്കൃത വസ്തുക്കളടങ്ങിയ ടാങ്കാണ് നാട്ടുകാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നത്. എൻ്റെയൊക്കെ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ, അപ്പോൾ എനിക്കൊരു 10-15 വയസ്സുണ്ടാവും. ആ സമയത്തൊക്കെ ഇവിടെ വന്ന കമ്പനിയാണ്. അപ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ജോലിയൊക്കെ കൊടുത്ത് പുള്ളി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. നമുക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് ഇവിടെ വരുന്നതെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. സുനി പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായുള്ള ഈ പ്രദേശത്തുകാരുടെ ആശങ്കയെക്കുറിച്ചാണ്. ഇത് ഇത്രയും വലിയ ദുരിതമാകുമെന്നും ഇത്രകാലം അത് നീണ്ടു നിൽക്കുമെന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 40 വർഷം മുൻപ് ഇവിടെയുണ്ടായിരുന്ന സദേൺ ഓർഗാനിക് മംഗളം കെമിക്കൽസ് എന്ന കമ്പനിയുടെ അവശേഷിക്കുന്ന രാസലായിനി ടാങ്കാണ് ദുരിതമായിരിക്കുന്നത്. കമ്പനി വിറ്റപ്പോൾ ഭൂമിക്കടിയിലുണ്ടായിരുന്ന രാസലായിനി ടാങ്കുകളും ഉപേക്ഷിച്ചു. മണ്ണിലത് അവശേഷിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴും വെള്ളത്തിൽ നേരിയൊരു ചുമപ്പ് ഇപ്പോഴും ഉണ്ട്. 40-40 വർഷം എങ്ങനെയാണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് കമ്പനി പോയിട്ട്. എന്നാലും ഇപ്പോഴും മണ്ണിൽ കുറേശ്ശെ ഉണ്ട്. ഈ നട്ടേക്കണതൊക്കെ തന്നെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അതൊക്കെ അതേ അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി തിരിച്ച മണ്ണൊക്കെ കൊണ്ടുവന്നു അങ്ങനെയാണ്. അല്ലാതെ ഇവിടുത്തെ കളറിലൊന്നും പിടിക്കില്ല. അടിയിലേക്കും ഉപേരോടാൻ പറ്റില്ലേ. ഇതേ കിണറുണ്ട് അവിടെ കിടപ്പുണ്ട്, ഇതിനും കൊള്ളൂല. ചകിരിക്ക് ചുവപ്പ് നിറം നൽകുന്ന റൊഡാമിൻ എന്ന രാസവസ്തുവാണ് ഈ ഒഴുകുന്നത്. ആദ്യമൊക്കെ പരാതി പറഞ്ഞെങ്കിലും ഇപ്പോഴത് ഇവർക്ക് ശീലമായിരിക്കുന്നു. ചെടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെടിയുടെ കൂമ്പിലൊക്കെ ചുമപ്പ് നിറവർക്കുള്ളൂ. അത് അങ്ങോട്ട് അറ്റത്തേക്ക് പോകുന്തോറും കൂടുതലാണ്. ബുദ്ധിമുട്ടിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അന്ന് അവരതിനൊരു പരിഹാരം കണ്ടത് ഒരു കുടിവെള്ള പൈപ്പ് ഇട്ട് തന്നു ആ കമ്പനിയുടെ മുതലാളി. പ്രദേശത്ത് മണ്ണിൽ ഒന്നും നടാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴും. രാസവസ്തു ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെയും ഒരു ശാസ്ത്രീയ പഠനവും നടന്നിട്ടില്ല. സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കി ടാങ്കിൽ നിന്ന് രാസമാലിന്യം നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. ഇന്ന് ലോക റേഡിയോ ദിനമാണ്. സ്മാർട്ട് ഫോണും ടെലിവിഷനും വിപണി കീഴടക്കിയ ഈ കാലത്തും റേഡിയോയെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന ഒരു കോതമംഗലം സ്വദേശിയെ പരിചയപ്പെട്ടത്.
അധ്യാപകനായ CK അലക്സാണ്ടർ എന്ന 83-കാരന്റെ 60 വർഷമായുള്ള ഉറ്റ സുഹൃത്താണ് റേഡിയോ. പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴുമെല്ലാം വാർത്തകളും പാട്ടുകളും ലോകത്തിന്റെ ഓരോ ചലനങ്ങളും അലക്സാണ്ടറുടെ ചെവിയിലെത്തുന്നത് റേഡിയോ വഴിയാണ്. റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ട ആളാണ് അലക്സാണ്ടർ. വിപണിയിൽ ടെലിവിഷനും സ്മാർട്ട് ഫോണും ഒക്കെ വന്നിട്ടും ഈ വൃദ്ധന്റെ മനസ്സിൽ റേഡിയോയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ്. റേഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അലക്സാണ്ടർക്ക് മനഃപ്പാഠമാണ്. റേഡിയോ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഈ വിരമിച്ച അധ്യാപകന് ചിന്തിക്കാനേ സാധ്യമല്ല. അത് അദ്ദേഹത്തിന് കേവലം ഒരു വിനോദോപാധിയല്ല, തന്റെ ജീവിതം തന്നെയാണ്. ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ശീലമുണ്ട് അലക്സാണ്ടർക്ക്. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ജീവിതശൈലി തുടങ്ങിയവ രൂപപ്പെടുത്തുന്നതിൽ റേഡിയോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഈ 83-കാരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതാണ്ട് 60 വർഷത്തോളമായി ഞാൻ റേഡിയോ ശ്രോതാവാണ്. എന്നും റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. റേഡിയോ ശ്രോതാവെന്ന നിലയിൽ 1980-ൽ ലാഭകരമായ കോഴി വളർത്തൽ എന്ന കൃഷിപാഠ പരമ്പര ശ്രദ്ധിച്ചതുകൊണ്ട് 1ാം സമ്മാനമായിട്ട് ഒരു റേഡിയോ എനിക്ക് സമ്മാനമായി കിട്ടി. അത് കേന്ദ്രമന്ത്രി വസന്ത് പി സാറ്റയാണ് എനിക്ക് സമ്മാനം തന്നത്. അത് എല്ലാം കൊണ്ടും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് അലക്സാണ്ടറുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. രാത്രി 11 മണിക്ക് സംപ്രേഷണം അവസാനിക്കുന്നതുവരെ റേഡിയോ തന്നെ കൂട്ട്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ സുപരിചിതമാവും ഇദ്ദേഹത്തിന്റെ പേര്. 1980-ൽ മികച്ച റേഡിയോ ശ്രോതാവിനുള്ള സമ്മാനമായി കേന്ദ്രമന്ത്രി വസന്ത് പിസാഡെ ഇദ്ദേഹത്തിന് ഒരു റേഡിയോ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വയലും വീടും, കൃഷിപാഠം, ജീവധാര, അമൂല്യമീ നേത്രങ്ങൾ, അക്ഷയ ഊർജവും നമ്മളും, മത്സ്യകേരളം, നമ്മുടെ ആഹാരം, സുഗന്ധ കേരളം, എയ്ഡ്സ് ബോധവൽക്കരണം തുടങ്ങി നിരവധി പരമ്പരകളിൽ അലക്സാണ്ടർ വിജയിയായി. 2 തവണ കൃഷി ശാസ്ത്രജ്ഞർക്കൊപ്പം അഖിലേന്ത്യാ പര്യടനത്തിനും അവസരം ലഭിച്ചു. തനിക്ക് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ ഒരു പ്രധാന പങ്ക് റേഡിയോയ്ക്കാണെന്ന് അദ്ദേഹം പറയുന്നു. റേഡിയോ കേൾക്കാൻ കുറച്ചു സമയമെങ്കിലും യുവാക്കൾ മാറ്റിവെക്കണമെന്നാണ് അലക്സാണ്ടറുടെ അഭ്യർത്ഥന. എല്ലാ മാധ്യമങ്ങളും നല്ലതാണ്, റേഡിയോ, TV, അതുപോലെ. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് റേഡിയോ അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് റേഡിയോയുടെ അത്ര താല്പര്യമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇവരെല്ലാം തിരിച്ചു വരേണ്ട കാലമാണ്. കാരണം റേഡിയോയിൽ നിന്ന് ഒത്തിരി ആരോഗ്യരംഗം, സാഹിത്യരംഗം, കലാരംഗം, പാചകരംഗം, ഡോക്ടറോട് ചോദിക്കുക, നിയമവേദി, ഇതെല്ലാം റേഡിയോയിലുണ്ട്. അപ്പൊ ചെറുപ്പക്കാര്, പ്രായഭേദമന്യേ എല്ലാവരും റേഡിയോ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്നിവ നേടിയിട്ടുള്ള അലക്സാണ്ടർക്ക് 2019-ൽ കേരളത്തിലെ ഏറ്റവും മികച്ച റേഡിയോ ശ്രോതാവിനുള്ള ശ്രവണശ്രീ അവാർഡും ലഭിച്ചു. ചിത്രകലയിലും ബുൾബുൾ വായനയിലും മികവ് തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹം 1998-ൽ കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. ആകാശവാണി മാത്രമല്ല, പുതുതലമുറയിലെ സ്വകാര്യ FM റേഡിയോകളും അലക്സാണ്ടർ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം തവനൂരിൽ 78ാമത് സർവോദയ മേളയ്ക്ക് തുടക്കം. കേളപ്പജി നഗറിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദീപശിഖ പ്രയാണവും ഛായാചിത്ര ഘോഷയാത്രയും സംഗമിച്ചു. മേളയുടെ ഭാഗമായി ഖാദി ഗ്രാമ വ്യവസായ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് സ്വാതന്ത്ര്യ സമര സേനാനി K. കേളപ്പന്റെ ഭവനത്തിൽ നിന്നാണ് ദീപശിഖ പ്രയാണവും ഛായാചിത്ര ഘോഷയാത്രയും ആരംഭിച്ചത്. മേളനഗരിയിൽ ചെയർമാൻ C. ഹരിദാസിൽ നിന്ന് ദീപശിഖ കൺവീനർ K. രവീന്ദ്രൻ ഏറ്റുവാങ്ങി. 48ാമത് സർവോദയ മേളയ്ക്കാണ് ഇത്തവണ കേളപ്പജി നഗറിൽ തിരിതെളിഞ്ഞത്. ഗാന്ധിജിയുടെയും K. കേളപ്പന്റെയും ഛായാചിത്രങ്ങൾ ആടാട്ട് വാസുദേവൻ, TKA അസീസ് എന്നിവർ ഏറ്റുവാങ്ങി. മേളയുടെ പ്രധാന ആകർഷണമായ ഖാദി ഗ്രാമവ്യവസായ പ്രദർശനം തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. സുനിത ഉദ്ഘാടനം ചെയ്തു. KG ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാന്ധിയൻ ദർശനങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം നേതാക്കൾ ചർച്ച ചെയ്തു. മേളയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് 18 മലപ്പുറം.
പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് പാലക്കാട് വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ സ്വന്തമായി. തൃത്താല ചാത്തന്നൂർ സ്കൂളിലും കുമരനെല്ലൂർ അക്കിത്തം MT സ്മാരക സ്കൂളിലുമാണ് പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങിയത്. മന്ത്രി MP രാജേഷ് ഇവ നാടിന് സമർപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയടക്കം വർണ്ണാഭമായ പരിപാടിയോടെയായിരുന്നു തൃത്താല ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 3,90,00,000 രൂപ ചെലവഴിച്ചാണ് UP വിഭാഗത്തിനായുള്ള കെട്ടിടം നിർമ്മിച്ചത്. 3 നിലയുള്ള കെട്ടിടത്തിൽ 18 ക്ലാസ് മുറികളും ഓഫീസും ശുചിമുറികളും അടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷാണ് നാടിന് സമർപ്പിച്ചത്. അക്കിത്തവും MTയും പഠിച്ച പാലക്കാട് കുമരനെല്ലൂർ അക്കിത്തം MT സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ കെട്ടിടത്തിലിരുന്ന് പഠിക്കാം. കിഫ്ബി ഫണ്ടിൽ നിന്ന് 3.9 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള കെട്ടിടം പണിതത്. 2023 ഒക്ടോബറിൽ മന്ത്രി MP രാജേഷ് ശിലാസ്ഥാപനം നടത്തിയ കെട്ടിടം റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. 3 നിലകളിലായി നിർമ്മിച്ച മന്ദിരത്തിൽ 10 ഹൈടെക് ക്ലാസ് മുറികളുണ്ട്. അത്യാധുനികമായ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനവും കെട്ടിടത്തിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് ഷോക്കേറ്റുപെടുന്ന മയിലിന് പുതുജീവൻ നൽകി അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ. കൃത്യസമയത്ത് CPR നൽകിയതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുമാണ് രക്ഷയായത്. സിവിൽ സ്റ്റേഷന് സമീപത്താണ് മയിൽ ട്രാൻസ്ഫോമറിൽ കുടുങ്ങിയത്. പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപത്ത് തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ട്രാൻസ്ഫോമറിന് കീഴിൽ പതിവില്ലാതെ ആളുകൾ കൂടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടേക്കെത്തി. കണ്ടതോ ഒരു മയിൽ ഷോക്കേറ്റ് കുടുങ്ങിക്കിടക്കുന്നത്. ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്ന മയിലിനെ കയ്യിലെടുത്ത് ഉദ്യോഗസ്ഥരായ സതീഷും രാജേഷും ഷാജിയും തിരികെ സ്റ്റേഷനിലേക്ക് ഓടി. ഇവരുടെ നേതൃത്വത്തിലാണ് മയിലിന് CPR നൽകിയത്. എന്നാൽ അനക്കമില്ലാതായതോടെ എല്ലാവരും ഒന്ന് പരിഭ്രമിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മയിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് കരഞ്ഞു. ഇത് കേട്ടതോടെ എല്ലാവർക്കും ആശ്വാസം. മയിലിന് ആവശ്യത്തിന് വെള്ളവും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ കൊടുത്തു. തുടർന്ന് സമീപത്തുള്ള വെറ്ററിനറി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് മയിലിനെ വിട്ടയച്ചത്. ന്യൂസ് 18 പാലക്കാട്. ഇനി നമ്മുടെ സ്പെഷ്യലിറ്റി സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ അർജുൻ്റെ സഹോദരൻ ആനന്ദിൻ്റെ പിറന്നാളാണ്. ആശംസകൾ അറിയിക്കുകയാണ് അർജുനും അർജുൻ്റെ വൈഫ് പാർവതി, ഒപ്പം കുടുംബാംഗങ്ങളെല്ലാവരും. ന്യൂസ് 18 എല്ലാവരും ചേർന്ന് ആനന്ദിന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൊല്ലം കടക്കൽ സ്വദേശിയായിട്ടുള്ള വിഷ്ണുപ്രിയയുടെ പിറന്നാളാണ്. ആശംസകളുമായി ഭർത്താവും വിനോദും കുടുംബവുമാണ് ഈ സന്ദേശം അയച്ചത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വിഷ്ണുപ്രിയ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രത്യേക ദിനങ്ങളുടെ വിശ്വസൊക്കെ അറിയിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുടെ അതെന്ത് ആഘോഷ ദിവസമായിക്കോട്ടെ, നമുക്ക് ഈ രാവിലെ സ്ക്രീനിൽ അത് പങ്കുവയ്ക്കാം. ഗാന്ധിപുരം സ്വദേശി വൈഗയുടെ പിറന്നാളാണ്. ആശംസകൾ അറിയിച്ച് അച്ഛൻ ഗിരീഷും അമ്മ സജിനയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ആശംസ നേരുകയാണ് വൈഗയ്ക്ക്. നല്ലൊരു പിറന്നാൾ ദിനം നേരുന്നു വൈഗ കുട്ടിക്ക്. അപ്പോൾ രാവിലെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 9 മണിക്ക് വീണ്ടും വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.